ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയാണ്. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കാനായിട്ട് വേണ്ടത് മീഡിയം സൈസിലുള്ള 4 തക്കാളിയും ഒരു വലിയ സവോളയും ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. സവോളയും തക്കാളിയും നമുക്കിതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്നു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്ത് മൂടി വെച്ച് നമുക്കൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ഒരു പരുവമുണ്ട്. ആ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി മിക്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് നമുക്ക് ഒരു 4 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you for watching.